പാഠം 1. ഗുഡ് മോർണിംഗ് മാം. ഇരിക്കൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മോളെങ്ങനെ ടീച്ചർ? അവള് മെഡിക്കല്ലേ? എല്ലാ സബ്ജക്റ്റിലും മാർക്കുണ്ടല്ലോ. താങ്ക് യു ടീച്ചർ. പക്ഷെ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നത് എൻ്റെ ടെൻഷൻ. മൊബൈൽ നോക്കരുതെന്ന് ഞങ്ങൾ പറയില്ല, പക്ഷെ അതിനായി കുറച്ച് സമയം മാറ്റി വെക്കാം. ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. മൊബൈൽ കൊടുക്കുന്നത് കുറച്ചാ മതി. ശരി ടീച്ചർ. ശരി കേട്ടോ. ടീച്ചറെ. അൻസഫ് ഇരിക്കൂ. ആ മോന് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പഠിത്തത്തിൽ മാത്രമല്ല സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. ഓക്കെ സാർ, ഒരു മിനിറ്റ്. അൻസാഫ് ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. ഓക്കെ സാർ. സർ, ഞങ്ങൾ ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. 2 മാസം കൊണ്ട് എങ്ങനെ ഇത്രയും ഇംപ്രൂവ്മെന്റ് ആയി? എന്ത് മാജിക്കാ സർ പ്രയോഗിച്ചത്? മാതാപിതാക്കളുടെ കഷ്ടപ്പാട് അറിഞ്ഞു വളരുന്ന മക്കൾ എവിടെയും തോൽക്കില്ല സാർ. മനസ്സിലായില്ല? അന്ന് ഞാൻ ഇവിടെ പ്രോഗ്രസ് കാർഡ് വാങ്ങാൻ വന്നില്ലേ? അപ്പോ വന്നു. അൻസാഫ് അവൻ പഠിക്കാൻ വളരെ മോശം. അവന്റെ കയ്യിൽ എന്തിന് ഇത്രയും കാശ് കൊടുത്തു വിടണ? അവന് പണത്തിന്റെ വിലയെ അറിയണില്ല. അൻസഫേ, ഇന്ന് നീ ക്ലാസ്സിൽ പോണ്ട. എന്താ അച്ഛാ? നീ പോയി യൂണിഫോം മാറ്റിയിട്ട് വാ. കേശു പറ, ഇന്ന് എത്ര പേര് വന്നിട്ടുണ്ട്? ഇന്ന് ആള് കുറവാണ് മുതലാളി. മഴയല്ലേ, ആരും പണിക്കില്ല. ശരി ശരി, ഞാൻ ഒരാളെ കൊണ്ടുവരാം. കേറ്. പണിയാണ് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഒരാഴ്ചയായി. ഞാനാണെങ്കിൽ വേറൊരു പണിയും ഏറ്റതാ. കോൺട്രാക്ടർ ആളെ കൊണ്ടുവരാ. എൻ്റെ പണി തന്നെയാണ് എനിക്കും നല്ലത്. ആദ്യം ഞാൻ ഒരു പെയിൻ്ററായിരുന്നു, പിന്നെ ഈ കോൺട്രാക്ടറൊക്കെ ആയത്. എൻ്റെ മകനാണ്, നീ ഇവിടെ ആരോടും പറയണ്ട, കേട്ടല്ലോ? കേശു. മുതലാളി. ഇന്ന് എത്ര പേര് പണിക്കുണ്ട്? 7 പേരേ ഉള്ളൂ. 10 ആളാ വേണ്ടത്. എന്നാലേ പറഞ്ഞ സമയത്ത് പണി തീർക്കാൻ പറ്റൂ. മതി. ഇതാണ് ഞാൻ പറഞ്ഞ ചെക്കൻ. ഇവനൊന്നും അറിയില്ല, ആദ്യം തൊട്ട് തുടങ്ങണം. ശരി മുതലാളി. പാടാ ചക്ക. ആദ്യം ആ പച്ചപ്പായൽ മുഴുവൻ ഉരച്ച് കഴുകണം. ആ ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്തു. നല്ലോണം ഉരച്ച് കഴുകണം, എന്നാലേ പെയിന്റ് പിടിക്കൂ. നന്നായി ഉരച്ച് കഴുകടാ. അഭിഷേക്, ചക്ക, ഇതാ ഇന്നത്തെ കൂലി 500 രൂപ. പണി പഠിച്ചാൽ പണം കൂട്ടി തരാട്ടോ. ഇന്നത്തെ പണി കഴിഞ്ഞോ? അച്ഛാ. പറ. ഞാൻ സ്കൂളിൽ പോയിക്കോട്ടെ? ഞാൻ ഇനി നന്നായി പഠിക്കാം. എനിക്കറിയാം, ഇനി അവൻ നല്ലോണം പഠിച്ചോളൂ.